വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ? രണ്ടുപേർ തമ്മിൽ യോജിക്കുകയാണ്. അതൊരു വല്ലാത്ത തുടക്കമാണ്, അവരുടെ ജീവിതത്തിൽ തുടക്കമാണ്, അടുത്ത തലമുറയിലേക്കുള്ള തുടക്കമാണ്. ആ തുടക്കം ഇസ്ലാം എങ്ങനെയാ പറഞ്ഞത്? ഇസ്ലാം അത് പറഞ്ഞത് ദുആഇൽ അധിഷ്ഠിതമാക്കുക എന്നതാണ്. അതുകൊണ്ടാണ് വിവാഹ സന്ദർഭത്തിലുള്ള പ്രാർത്ഥന ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. അല്ലാഹു താങ്കൾക്ക് ബറക്കത്ത് നൽകട്ടെ, നിങ്ങളെ രണ്ടുപേരെയും അല്ലാഹു ഖൈറിൽ ഒരുമിപ്പിക്കട്ടെ. ഇതാ നമ്മളെ വിവാഹത്തിന് പോകുന്ന ആളുകൾ രണ്ട് കാര്യത്തിനാണ് ആ നിക്കാഹിന് വിവാഹത്തിന് പോകുന്നത്. ഒന്ന്, അതിന് സാക്ഷിയാകാൻ, അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. വിവാഹത്തിന് സാക്ഷികളും വേണം. ഏറ്റവും പ്രധാനം ആ വിവാഹത്തിന് സാക്ഷികളാകൽ. മറ്റൊന്ന്, അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള കാര്യം മനസ്സിൽ തട്ടി അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇതാണ് വിവാഹത്തിൻ്റെ മർമ്മം. എന്നാൽ ഈ മർമ്മത്തെ തള്ളി 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 സൈഡാക്കിയിട്ട് വിവാഹരംഗം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ പലരും എന്ത് ചെയ്യണമെന്നറിയാതെ സൈഡായി പോവാണ്. ആ വീട്ടിലെ കാരണവരാണ്, ഉപ്പയാണ്, വലിയ അധികാരമുള്ള ആളാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാനെന്താ ചെയ്യുക എന്ന് പറഞ്ഞ് നിസ്സഹായനായി കല്യാണ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് മാറി നിൽക്കേണ്ട അവസ്ഥ. അവിടെ എന്താ സംഭവിക്കുന്നത്? നന്മകളുടെ സ്ഥാനം തിന്മകൾ കൈയടക്കും. അതാ സംഭവിക്കുന്നത്. വരൻ വരേണ്ടത് അസ്സലാമു അലൈക്കും എന്ന് ആദ്യമായി ഔദ്യോഗികമായി തൻ്റെ ഭാര്യ വീട്ടിലേക്ക് വരുമ്പോൾ, അതേപോലെ തന്നെ പെൺകുട്ടി വരൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യമായി കൊടുക്കാനുള്ള സമ്മാനം ഹൃദയം നിറഞ്ഞ സലാമാണ്. ഉമ്മാ, ഉപ്പാ, കാരണവന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. അവിടെ കൂടി നിൽക്കുന്നവരൊക്കെ ആത്മാർത്ഥമായി കൈപിടിച്ച് കെട്ടിപ്പിടിച്ച് സലാം മടക്കാനുള്ള അവസരങ്ങൾ സഹോദരങ്ങളെ വിവാഹ വീടുകളിൽ ഇല്ല. കാരണം സലാമിന് പകരം മുട്ടും പാട്ടും തുള്ളിച്ചാടലുമായിട്ടാണ് വരുന്നത്. പിന്നെ സലാമിന് എവിടെ സ്ഥാനം? ദുആക്ക് എവിടെ സ്ഥാനം? നമ്മളെല്ലാവരും ഇത് പറയും. സമൂഹത്തിൽ വളർന്നു വരേണ്ട ഒരു പിഞ്ചു കുട്ടി ഈ സന്ദർഭത്തിൽ തന്നെ പടക്കം പൊട്ടിച്ചതിൻ്റെ പേരിൽ ആശുപത്രിയിൽ കഴിയുമ്പോൾ മുസ്ലിം സമുദായം, മുസ്ലിം മഹല്ലുകൾ അതിന് ഉത്തരം പറയേണ്ടതില്ലേ? എന്തുകൊണ്ടത് സംഭവിച്ചു? അങ്ങനെ ഒരു പടക്കം പൊട്ടിക്കൽ ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ അത് പെരുന്നാളിനുണ്ടാകും. സന്തോഷിക്കാൻ പറഞ്ഞ ദിവസമാണ് രണ്ട് പെരുന്നാളുകൾ. നോമ്പ് നോക്കൽ ഹറാമാക്കിയ ദിവസമാണ്. റസൂലുള്ളാഹിയുടെ വീട്ടിൽ വെച്ച് ചെറിയ കുട്ടികൾ പാട്ടുപാടിയപ്പോൾ അത് അനാദരവാകുമെന്ന് കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഏയ് പാടല്ലേ, റസൂലുള്ള വരുന്നു. റസൂലുള്ള പറഞ്ഞു, കുട്ടികളെ വിട്, ഇത് പെരുന്നാളല്ലേ, കുട്ടികൾ സന്തോഷിക്കട്ടെ. അതിൻ്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? നമ്മുടെ വീട്ടിൽ വിവാഹം നടക്കുമ്പോൾ, ഒരു സന്തോഷം നടക്കുമ്പോൾ പാട്ട് പാടാമെന്നതിൻ്റെ അർത്ഥം. ആര് പാടണം? അത് ദുർവ്യാഖ്യാനം ചെയ്യും. കല്യാണ വീട്ടിൽ പാട്ടുപാടി ഹദീസിൽ ആര് പാട്ടുപാടി? 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും വളരെ കുട്ടികളില്ലേ? ആ കുട്ടികളൊന്നായിട്ട് നിരന്നിട്ട് ഇനി സംഘഗാനം പാടി, മോനൊരു പാട്ട് പാടി, ചെറിയൊരു ബോക്സൊക്കെ വെച്ച് എല്ലാവരും ഇങ്ങനെ പാട്ട് ആസ്വദിക്കുക. കുട്ടികളെ കാട്ട് മാറ്റി നിർത്തിയിട്ട് വലിയ കുട്ടികളൊക്കെ ഉള്ള പെണ്ണുങ്ങൾ വന്ന് തുള്ളിച്ചാടാൻ അത് തെളിവാക്കിയത്. അവിടെ അബദ്ധം. പാട്ടുണ്ട്, കുട്ടികൾ പാട്ട് പാടട്ടെ, സന്തോഷ സന്ദർഭമല്ലേ. അപ്പോൾ ഇസ്ലാമിലുണ്ട്. ഇസ്ലാം കല്യാണം എന്ന് പറഞ്ഞാൽ ആകെ ഒരു വിഷമം ഉണ്ടാക്കേണ്ട ദിവസമല്ല, സന്തോഷിക്കേണ്ട ദിവസമാണ്, സന്തോഷിക്കേണ്ട രൂപത്തിൽ. അപ്പോൾ ഒരു പെരുന്നാൾ ദിവസം പോലും ഇസ്ലാമിൽ പടക്കമില്ലെങ്കിൽ ആ പടക്കം എന്നത് മറ്റുള്ളവരുടെ ആരാധനകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ഇസ്ലാമിൽ ഇല്ല. ഉണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമായിരുന്നു. അത്തരം കാര്യങ്ങൾ കൊണ്ട് ഇസ്ലാമിലെ വിവാഹമാകുന്ന പുണ്യകർമ്മം വലയം ചെയ്തു നിൽക്കുമ്പോൾ അത് എനിക്കും പറയാം, നമുക്ക് എല്ലാവർക്കും പറയാം. പരിഹാരം പറയൂ. ഇത് ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ജുമഅക്ക് പങ്കെടുത്ത നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇത് ഇല്ലാതാക്കാൻ കഴിയും. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ തീരുമാനിക്കുക. എന്തൊക്കെ നെഗറ്റീവുകൾ, ഇബ്ലീസ് ഏതൊക്കെ രൂപത്തിൽ വിവാഹ സ്ഥലത്തേക്ക് വരാം, അതാദ്യം കാണാം. അപ്പോൾ ആ കല്യാണത്തിൻ്റെ മറ്റേ വീട്ടുകാരോട് പറയണം, അങ്ങനെ ഒരു സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഈ തുള്ളിച്ചാട്ടും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നടക്കൂല. അപ്പോൾ നമ്മളൊന്ന് കൂടിയിരിക്കണം. എന്തെല്ലാം കാര്യത്തിന് കൂടിയിരിക്കും, എത്ര ഭക്ഷണം വേണം, എത്ര ആൾ വരും, എത്ര വേണം വന്നോളി, എണ്ണം ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, ഒക്കെ പറയില്ലേ. ഇക്കൂട്ടത്തിൽ നമ്മുടെ വിവാഹത്തിന് റബ്ബിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരുന്ന എന്തെല്ലാം അബദ്ധങ്ങൾ വരാം, ഒന്ന് ലിസ്റ്റ് ചെയ്യൂ. അതെങ്ങനെ നടപ്പാക്കാം? അപ്പം അവിടെ കാരണവർ കാണും. കുട്ടികൾമാർ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ചില വീട്ടിൽ ഭക്ഷണം വിളമ്പണമെങ്കിൽ കാരണവർ പറയണം, ഓ എന്താ സ്ഥാനം, കാരണവർ സമ്മതം കിട്ടിയില്ല എന്നാ ഭക്ഷണം വിളമ്പാൻ, ആ സ്ഥാനം ഇവിടെ ഇങ്ങോട്ട് ഉപയോഗിക്കണം, അത് മാറിക്കാൻ പറയും. അങ്ങനെ 4 വീട്ടിൽ പറഞ്ഞാൽ ശരിയാകും. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പിഞ്ചു കുഞ്ഞ് ജീവിതത്തെ, അവൻ്റെ അവയവങ്ങളെ ബാധിക്കുന്ന രൂപത്തിൽ ഒരു വിവാഹ വീട്ടിൽ, മുസ്ലിം വിവാഹ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാഠമാക്കി എടുത്തുകൊണ്ട് തിരുത്തൽ നടപടികളുമായി ആദ്യം വ്യക്തികൾ, ഉപ്പമാർ, ഉമ്മമാർ, വിവാഹം ആരുടേതാണോ ആ വ്യക്തികൾ, വരൻ വധു തീരുമാനിക്കണം. അതേപോലെ മഹല്ല് കമ്മിറ്റികൾ തീരുമാനിക്കണം. അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ വിവാഹത്തിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.